അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പതിവാക്കാൻ തയ്യാറാണോ? എന്നാൽ നീ സമ്പന്നനും ഐശ്വര്യനും ആയിത്തീരും. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രത്യേകമായ ഒരു സൂറത്ത്. അതുപോലെ പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരം ഖളാ ആക്കാതെ കണ്ട് നിസ്കരിക്കണം. നിസ്കാരങ്ങളുടെ കാര്യത്തിൽ എന്നും കച്ചവടക്കാർ, അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, അതുപോലെ ഏതെല്ലാം മേഖലകൾ ഏതെല്ലാം ഉമൂറുകളിൽ ഇടപെടുന്നുണ്ടോ അവർക്ക് പ്രത്യേകിച്ച് സമ്പന്നരാകാനും ദാരിദ്ര്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ കാര്യം. അതോടൊപ്പം മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറുക, ഭാര്യ മക്കളോട് തൻ്റെ സ്വഭാവം നന്നാക്കുക. അതോടൊപ്പം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അതാണ്, നാം നല്ല നിലക്ക് പെരുമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആദ്യം നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ധാരാളം ഇസ്തിഗ്ഫാർ പറയുന്നവർക്ക് സമ്പത്ത് കൂടുമെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനാണിത് പറഞ്ഞത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ധാരാളം പറയുക, അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരു മാർഗമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ, ഈ ഒരു തസ്ബീഹ് 100 തവണ സുബ്ഹ് മുമ്പോ സുബ്ഹ് ശേഷമോ ചൊല്ലാവുന്നതാണ്. ഇത് നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളെ അകറ്റും. അതേപോലെ മറ്റൊന്നാണ്, നാം എപ്പോഴും യാ ഗനിയു യാ മുഗ്നി. യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, കച്ചവടം പെരുക്കാൻ, ധനം വർദ്ധിക്കാൻ യാ ഗനിയു യാ മുഗ്നി എന്നുള്ള ദിക്ർ. ഐശ്വര്യമായവനെ, ധനികനായവനെ, യാ ഗനിയു ഐശ്വര്യമായവനെ, യാ മുഗ്നി ധനികനായവനെ എന്നുള്ള ഇസ്മ ധാരാളം ചൊല്ലാം. അതുപോലെ മറ്റൊന്നാണ് ഈ ഒരു ഇസ്മ അൽ കരീമു വൽ വഹാബു വസുത്തൗൽ എന്ന് പറയുന്നത്. അൽ കരീമു വൽ വഹാബു വസുത്തൗൽ എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ ഈ 2 ഇസ്മുകൾ കൂട്ടിച്ചേർത്ത് പറയുക. അൽ കരീമു വൽ വഹാബ് വസുത്തൗൽ. ഇതും സമ്പത്ത് വർദ്ധിക്കാൻ ധാരാളം പറയാം. അതുപോലെ മറ്റൊരു മാർഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് നമ്മുടെ ഇരുലോകത്തും വിജയിക്കാൻ ഇതൊരു 100 തവണ പതിവാക്കുക. ഇത് ഓരോരോ മാർഗമാണ്. ഇത് നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കാൻ പറഞ്ഞ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേര് തന്നെ ഗനി എന്നാണ്, ഐശ്വര്യം എന്നാണ്. അത് മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷം നാം എന്നും പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നമുക്ക് നൽകും. നമുക്കൊക്കെ പലർക്കും അത് മനഃപ്പാഠം അറിയുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിയ എന്നുള്ള സൂറത്ത്. ഇത് ധാരാളം പതിവാക്കുക. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങൾക്ക് ഇത് ധാരാളമാണ്. കാരണം ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഹദീസുകൾ പറയാറുണ്ട്. ലാ ഫാഖത്തൻ അബദ, ഒരിക്കലും ദാരിദ്ര്യം വരികയില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ദാരിദ്ര്യത്തൊട്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. ധാരാളം ഇസ്തിഗ്ഫാർ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. നിസ്കാരത്തിൻ്റെ കാര്യം, മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, കൂടപ്പിറപ്പുകളോടുള്ള പെരുമാറ്റമൊക്കെ നന്നാക്കണം. അതോടൊപ്പം ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവിധ സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു നൽകും. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് മരണം വരെ പ്രയാസമില്ലാത്ത, അലറ്റലില്ലാത്ത നല്ല ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.